ഹായ് ഡിയർ, അസ്സാം വലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഡ്രീം കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. 5-in-1 ടോട്ട് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് സിമ്പിളായിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നമ്മൾ ഡ്രീം കേക്ക് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഒത്തിരി വില കൊടുത്തിട്ട് വാങ്ങണം. അപ്പം നമുക്ക് വീട്ടിൽ എങ്ങനെ ഇത് റെഡിയാക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് എന്നുള്ളത് നോക്കാം. വീട്ടിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കേക്കിന് വേണ്ടിയിട്ട് നമുക്കൊരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഞാനിതുപോലെ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് 3 സ്പൂണ് കൊക്കോ പൗഡർ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂൺ മൈദ മാറ്റി വെച്ചത് നമുക്ക് അതിന് പകരം കൊക്കോ പൗഡർ ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോത്തിൻ്റെ ഡ്രീം കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഒരു 3 സ്പൂണ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നമ്മൾ 1 കപ്പാണ് എടുത്തിട്ടുള്ളത്, നമ്മുടെ മൈദയും കൊക്കോ പൗഡറും കൂടെ. പിന്നെ 1 സ്പൂണ് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം, 1/2 സ്പൂണ് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം, 1 പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പം നമ്മൾ കേക്കിന് വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ 1 കിലോത്തിൻ്റെ കേക്കാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് 1/2 കിലോ മതിയെങ്കിൽ ഈ ഇൻഗ്രീഡിയൻസിൻ്റെ പകുതിക്ക് എടുത്താൽ മതി. ഇനി നമുക്കത് നല്ലതുപോലെ തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അതുപോലെ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ അരിച്ചെടുക്കുന്നത്. ഇനി നമ്മളൊരു 2-3 പ്രാവശ്യം അരിച്ചെടുക്കുക, അല്ലെങ്കിൽ നമ്മളിതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ചെടുത്താൽ മതി. എങ്കിലേ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗൾ എടുക്കാം. ഇനി നമുക്കിതിലേക്ക് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ കേക്കിലേക്ക് എടുക്കുന്നത് 3 എഗ്ഗാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ 3ാമത്തെ എഗ്ഗ് ഇതിലേക്ക് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിൽ നമ്മളിത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതി. ബീറ്റർ ഇല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കേക്ക് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ബീറ്റർ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഞാനിത് ബീറ്റർ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് അടിച്ചെടുത്തോളൂ. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ തന്നെ ഒന്ന് പൊങ്ങി വരുന്നത് വരെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് വാനില എസൻസും കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഞാൻ 1 കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചിട്ടിട്ട് നമുക്ക് ഇതങ്ങ് നമ്മുടെ എഗ്ഗ് അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് പഞ്ചസാര ഒന്നായിട്ട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ മുട്ട നല്ലതുപോലെ തന്നെ അങ്ങ് ഫ്ലഫി ആയി വരുന്നത് വരെ നമുക്കിതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ പഞ്ചസാര ഇതുപോലെ കുറച്ചായിട്ട് അതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റർ ഇല്ലെങ്കിൽ നമ്മളെല്ലാതും കൂടെ മിക്സിയിലിട്ടിട്ട് അങ്ങ് ഒരുമിച്ചിട്ട് അടിച്ചെടുത്താലും മതി, അതിന് കുഴപ്പമില്ല. ഇപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ബീറ്റ് ചെയ്യൽ നിർത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മുടെ എഗ്ഗൊക്കെ നല്ലതുപോലെ തന്നെ ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ചിട്ട് ഒന്നായിട്ട് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതുപോലെ കേക്കിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ നമുക്കിതുപോലെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് അങ്ങോട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൽ നമ്മുടെ എഗ്ഗ് ബീറ്റ് ചെയ്തെടുത്തപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടിയിരുന്നു. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഓർമ്മ കിട്ടിയത്. അപ്പോൾ ഞാനൊരു 3 സ്പൂണ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 3 സ്പൂണ് കോഫി പൗഡർ കുറച്ച് ചുടുവെള്ളത്തിൽ മിക്സ് ചെയ്തെടുത്തതാണ്. അത് നമ്മുടെ കേക്കിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ചുടുവെള്ളത്തിലൊന്ന് ഒരു 2-3 സ്പൂണ് കോഫി പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോത്തിൻ്റെ കേക്ക് ടിന്നിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. കേക്ക് ടിന്നിൻ്റെ ഉള്ളിൽ നമ്മളിതുപോലെ എണ്ണ തടവി വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1/2 കിലോത്തിൻ്റെ ആണെങ്കിൽ ഇതിൻ്റെ പകുതി ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 1 കിലോനാണ് ഇവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ മുഴുവനായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നല്ലതുപോലെ തന്നെ ടാപ്പ് ചെയ്തെടുക്കുക. എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കേക്ക് റെഡിയാക്കി എടുക്കുന്നത് ഗ്യാസിൽ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിലാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഓവൺ ഇല്ലാത്തവർക്കും സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഡ്രീം കേക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 10 മിനിറ്റ് മുമ്പ് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്ത് വെച്ചതാണ്. ഇനി നമുക്ക് നമ്മുടെ കേക്ക് ടീന് വെച്ച് കൊടുത്തിട്ട് ഒരു 30-35 മിനിറ്റ് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഒരു 30-35 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കാണാനൊക്കെ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ട് അങ്ങോട്ട് കുത്തി നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ പപ്പടക്കോല് വെച്ചിട്ടാണ് ഇതുപോലെ കുത്തി നോക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ഡ്രീം കേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള പാത്രമാണ് ഇത്. അപ്പോൾ എനിക്ക് 1/2 കിലോത്തിൻ്റെ കേക്ക് ടീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിലാണ് നമ്മുടെ ഡ്രീം കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ കേക്കിനി നമുക്ക് ഇതിന് പാകത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ കേക്ക് 2ആയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നടുകിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ നമുക്ക് ഇതിന് പാകത്തിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ആ കേക്ക് ടീനിലേക്ക് ഇറങ്ങിയിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതേ ഇതിന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കേക്ക് റെഡിയാക്കിയിട്ടുള്ള ആ പാത്രത്തിലാണ് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാൻ അതിൻ്റെ 2 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ എടുത്തേക്കാണ്. അപ്പോൾ ഞാൻ ഇതിലാണിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിതുപോലെ ഷുഗർ സിറപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ കേക്ക് ടിന്നിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ സിറപ്പ് നല്ലതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് റെഡിയാക്കിയിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രിഡ്ജിലൊന്ന് വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. തണുപ്പിച്ചെടുക്കണം എന്നൊന്നുമില്ല, അങ്ങനെ എടുത്താലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അങ്ങനെ തണുപ്പിച്ചെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിൽ മുഴുവനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഗ്യാസിലൊരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഗ്യാസ് നമ്മളിപ്പോൾ ഓൺ ചെയ്തിട്ടില്ല. ഇനി നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂണ് കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഈ സമയത്ത് ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യുന്നതിൻ്റെ മുമ്പാണ് നമ്മൾ ചെയ്യുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ തന്നെ ഇതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നമ്മൾ തീ സിമ്മിലിട്ടിട്ട് വേണം ഇതുപോലെ ചെയ്യാൻ. കോൺഫ്ലോർ ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തിക്കായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മിൽക്ക് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം. ഞാൻ മിൽക്ക് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റുമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ മിക്സിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ ചൂട് തട്ടുമ്പോൾ തന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. അപ്പോൾ നമ്മൾ തീ സിമ്മിലിട്ട് കൊടുത്തിട്ടാണ് ഇപ്പം നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്രയും മിൽക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ നമ്മൾ കോൺഫ്ലോറൊക്കെ ചേർത്തത് കൊടുത്തുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചോക്ലേറ്റിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും. അപ്പോൾ കൂടുതൽ തിക്കാകാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട. അപ്പോൾ ഇത് ചൂടാറിയിട്ട് വരുമ്പോൾ തന്നെ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഇനി നമുക്കത് കൈയെടുക്കാതെ നല്ലതുപോലെ തന്നെ അതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റിൻ്റെ മിക്സ് പെട്ടെന്ന് തന്നെ അങ്ങ് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം തിക്നെസ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ചോക്ലേറ്റൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നല്ലതുപോലെ തിക്കായിട്ട് വരാൻ നിൽക്കണ്ട. ചൂടാറിയിട്ട് വരുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം 1 സ്പൂൺ വാനില എസൻസും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. കണ്ടില്ലേ, ഇതിപ്പോൾ ചൂടാറിയിട്ട് വന്നപ്പോൾ അതൊന്നും കൂടെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ നമ്മൾ ഈ ചോക്ലേറ്റിൻ്റെ ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കേക്കൊന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ചൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിലൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ലെയറാണ്. ഫസ്റ്റ് ലെയർ നമ്മൾ കേക്ക് വെച്ച് കൊടുത്തു, പിന്നെ രണ്ടാമത്തെ ലെയറാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ടും ഇതുപോലെ കേക്കിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് നല്ലതുപോലെ തന്നെ അത് പരത്തിയെടുക്കാം. ഇനി നമ്മൾ വീണ്ടും ഇത് പരത്തിയെടുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്കൊന്ന് വെക്കുകയാണ്. നമ്മൾ അടുത്ത ലെയർ റെഡിയാക്കുമ്പോഴത്തേന് ഇത് ഫ്രിഡ്ജിലിരുന്ന് ഒന്ന് തണുത്ത് വരട്ടെ. അപ്പോൾ ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതുപോലെ ഒരു ബൗളെടുക്കാം. ഇനി നമുക്ക് വീണ്ടും മിൽക്ക് ചോക്ലേറ്റാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഒരു 10 ഗ്രാമൊക്കെ മിൽക്ക് ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി ഓവൺ ഉണ്ടെങ്കിൽ ഓവണിൽ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഗ്യാസിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് നല്ലതുപോലെ തന്നെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിൽക്ക് ചോക്ലേറ്റ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചൂടാറിയതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ബീറ്റ് ചെയ്യണമെന്നില്ല. ഇനി നമുക്കൊരു പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം ബീറ്റർ ഇല്ലാത്തൊരു ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. കാരണം ഈ ഡ്രീം കേക്കിലേക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം നല്ലതുപോലെ തന്നെ ഫ്ലഫി ആയി വരണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു വിസ്ക് വെച്ചിട്ട് ഇതിനെ ചെയ്തെടുത്താലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ചോക്ലേറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കൊരു പാച്ചിൽ വെച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ആ സൈഡിലുള്ളതൊക്കെ നല്ലതുപോലെ തന്നെ ഇതുപോലെ ആക്കിയിട്ട് നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ബീറ്റർ ഇല്ലെങ്കിലും നമ്മൾ ഇതുപോലെ ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ നല്ലതുപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ ഡ്രീം കേക്ക് കഴിക്കാൻ ചോക്ലേറ്റൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ടേസ്റ്റ് തന്നെയാണ്. നല്ലതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ളൊരു കേക്ക് തന്നെയാണ്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതൊന്നും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കാം. നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കിത് മുഴുവനായിട്ടും നമുക്കിതിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒരു സ്പൂണ് വെച്ചിട്ട് അങ്ങ് ഒരേ ലെവലിൽ അങ്ങ് പരത്തി കൊടുക്കാം. അപ്പം നമ്മൾ നമ്മുടെ മൂന്നാമത്തെ ലെയറും ഇതുപോലെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി വെക്കാം. അടുത്ത ലെയർ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോഴത്തേന് കുറച്ച് സമയം നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാത്രത്തിൽ തന്നെയാണ് ഇപ്പോഴും മെൽറ്റ് ചെയ്യുന്നത്. മിൽക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് ചോക്ലേറ്റിന് പകരം നിങ്ങൾക്ക് ഡയറി മിൽക്ക് വേണമെങ്കിലൊക്കെ എടുക്കാം. ഞാനിപ്പോൾ മിൽക്ക് ചോക്ലേറ്റാണ് എടുക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഗ്യാസിൽ വെച്ചിട്ട് ഇതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. നമ്മളിതുപോലെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുമ്പോൾ ഒട്ടും വെള്ളം വരാതെ നോക്കണം. വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് മെൽറ്റായിട്ട് കിട്ടില്ല. അപ്പം നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഇല്ലാതെ വേണം ഇത് ചെയ്തെടുക്കാൻ. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ഇളക്കി കൊടുത്താൽ നല്ലതുപോലെ തന്നെ മെൽറ്റായിട്ട് വരും. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഗ്യാസൊക്കെ ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ ചൂട് കൊടുക്കണം തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഓരോ ലെയറും സെറ്റ് ചെയ്തിട്ടും ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട് കേക്ക്. അപ്പോൾ ഇനി നമുക്ക് ഒരിളം ചൂട് കൊടുക്കണം തന്നെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ നമുക്ക് ഈ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കൂടുതൽ കട്ടിയിൽ ഒഴിച്ചു കൊടുക്കാതെ ഇരിക്കുകയാണ് ഈ മുകളിലത്തെ ചോക്ലേറ്റ് നല്ലത്. കാരണം നമ്മളിത് പൊട്ടിച്ചിട്ട് കഴിക്കുമ്പോൾ ഇത് നല്ലതുപോലെ തന്നെ അങ്ങ് കട്ടിയായിട്ട് വരും. അപ്പോൾ കൂടുതൽ അങ്ങനെ തിക്നെസ്സിൽ ഇത് ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണ്ട. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുകളിൽ ഫുള്ളും ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ തന്നെ ആ സ്പൂണ് വെച്ചിട്ട് തന്നെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് പരത്തി കൊടുക്കാം. അപ്പം നമ്മുടെ കേക്കിൻ്റെ 4ാമത്തെ ലെയർ ഇവിടെ റെഡിയായി. നമ്മൾ കേക്കിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 5ാമത്തെ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. 5 in 1 ടോർട്ട് കേക്ക് ആകുമ്പോൾ നമ്മൾ 5 ലെയറുള്ള കേക്കാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് 5ാമത്തെ ലെയറും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ പുറത്തേക്കൊക്കെ ഇത് സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന്
ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് നമുക്ക് കൊക്കോ പൗഡർ മുഴുവനായിട്ടും ഫിനിഷ് ചെയ്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പുറത്തേക്ക് കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സെയിൽ ചെയ്യാൻ കൊണ്ടുപോകുന്ന ടൈമിൽ നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതി കൊക്കോ പൗഡർ. നമുക്ക് വീട്ടിൽ കഴിക്കാനാണെങ്കിൽ നമുക്കിതുപോലെ അപ്പം തന്നെ അങ്ങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡ്രീം കേക്ക്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തന്നെ വേണമെങ്കിൽ അങ്ങനെ കഴിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നും കൂടെ തണുത്തിട്ട് കഴിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുക. ഒന്ന് തണുത്തിട്ട് കഴിക്കുമ്പോഴാണ് ഇതിന് ടേസ്റ്റ്. ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ കുറച്ച് സമയം വെച്ചിട്ട് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. കഴിക്കാനും നല്ലൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കേക്കൊന്ന് കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ മുകളിലത്തെ ചോക്ലേറ്റ് നല്ലതുപോലെ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ ഒന്ന് അമർത്തിയിട്ട് പ്രസ് ചെയ്താൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഡ്രീം കേക്ക് കഴിച്ച് നോക്കാം. കണ്ടില്ല, ആ 5 ലെയറും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം. Thank you for watching.